ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴ അടുത്തുള്ള കോലാനിയിലാണ് കേട്ടോ. കോലാനിയിൽ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മർ ഫെസ്റ്റ്, തൊടുപുഴ സമ്മർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പിള്ളേർക്കൊക്കെ ആയിട്ട് ഒരുപാട് കിടിലൻ കാഴ്ചകളും അതുപോലെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊടുപുഴ സമ്മർ ഫെസ്റ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് മത്സ്യകന്യകയും അതുപോലെ തന്നെ അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വെള്ളച്ചാട്ടവും. രണ്ടും ഒരു രക്ഷയില്ല. അതുകൂടാതെ ഒട്ടനവധി മനോഹരമായ വേറെയും കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ കാണുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്, അത്യാവശ്യം നല്ല ഏരിയ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:30 വരെയാണ് കേട്ടോ അവർ ഷോർട്ട് ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പതുക്കെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പം സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ടിക്കറ്റ് കാണിക്കുന്നു. അതിനുശേഷം ഈ കാണുന്ന ചെറിയൊരു ഇടനാഴി ഉണ്ടല്ലോ, ഇതിലേക്കൂടെ നടന്നു വേണം അകത്തേക്ക് പോകാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോഴാണ് ബാക്കി കാഴ്ചകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത്. ഈ കാണുന്ന ഡോറിലൂടെ നമ്മളങ്ങനെ അകത്തേക്ക് കയറുക കേട്ടോ. അപ്പം കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഒരു പൈപ്പിൻ്റെ അത്ര കടന്നു വന്ന ഫീലാണ് കേട്ടോ. അതായത് ഇത് കണ്ടോ, മേളിൽ നിന്ന് ആ പൂക്ക് കണ്ടോ, അതൊക്കെ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടി. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിംസ് അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും നല്ല ലൈറ്റൊക്കെ ഇട്ട് ഒരുപാട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ കാണുന്ന പൂ കണ്ടോ, ആ പൂവിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ നല്ല മുത്തു പൊഴിയുന്നത് പോലെ ലൈറ്റ് താഴേക്ക് വീഴുന്ന പോലെ കാണാൻ പറ്റും. ഈ സൈഡ് കണ്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കും. അപ്പം ആ ഒരു ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അകത്ത് വേറൊരു സംഭവം കേട്ടോ, ഞാൻ പറഞ്ഞുതരാവേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്നോ റൂമിലാണ് കേട്ടോ. സ്നോ റൂം എന്നാണ് അവർ പറഞ്ഞത്. അതായത് മഞ്ഞ് കൊണ്ടുണ്ടാക്കിയ ഒരു റൂമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞ് നിറഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്ന ഒരു കാഴ്ച എങ്ങനെയാണോ ആ രീതിയിൽ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു പശുവുണ്ട്, അതിൻ്റെ ഒരു കുട്ടിപ്പശുവുണ്ട്. ഇതുണ്ടോ, അതിൻ്റെ അവിടെ എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ഫീലാണ്. നമ്മൾ ഈ ലൈറ്റിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോയിൽ നമുക്ക് അത്ര അങ്ങ് മനസ്സിലാകുന്നില്ലായിരിക്കാം ഒരു പക്ഷേ നമുക്ക് നേരിട്ട് ചെന്ന് കണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ വളരെ മനോഹരമായ ഒരു തടാകം അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലൊരു ഡോൾഫിൻ, ഇങ്ങനെ ഡോൾഫിനാണോ സ്രാവാണോ എന്തോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ച അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, 2 സൈഡിലൂടെ. അപ്പം ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു ചിമ്പാൻസിയാണോ, ചിമ്പാൻസി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ചിമ്പാൻസിയുടെ പുറകിൽ ഒരു ആനയുണ്ട് കേട്ടോ. ആ ആന എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ആനയാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയൊരു ചിമ്പാൻസി. അതിനൊക്കെ ലൈറ്റ് കൊണ്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ആ കാഴ്ചകളുടെ വിസ്മയം തീർത്തിരിക്കുന്നതിന് കുറേ ലൈറ്റും കാര്യങ്ങളെല്ലാം കൂടെ പല കളറിൽ വരുമ്പോഴത്തേക്കും വേറൊരു മൂഡ് തന്നെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും. അപ്പം ഇതുണ്ട്, നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഒരുപാട് മഞ്ഞും കാര്യങ്ങളെല്ലാം വീണ് കിടപ്പുണ്ട്. രസമാണ് കേട്ടോ. എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈ കാണുന്ന ഹിമക്കരടിയാണ് കേട്ടോ. ഹിമക്കരടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ, ഈ പേപ്പറൊക്കെ വെച്ച് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ ആനയാണ് അവിടെ ഈ കാണുന്നത്. അവൻ്റെ തലയും അവൻ്റെ തുമ്പിക്കൈയൊക്കെ കണ്ടോ, ഒരു വെറൈറ്റി വേറെ സ്റ്റൈലല്ലേ. ഇത് ആനക്കുട്ടിയാണ്, ചെറിയൊരു ആനക്കുട്ടീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ മരങ്ങളും കാര്യങ്ങളും, ആ മരത്തിൻ്റെയൊക്കെ ഇല ഇങ്ങനെ കളർ മാറി മാറി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ലൈറ്റിലാണോ ചെയ്തിരിക്കുന്നത് കേട്ടോ. താഴെ ഈ LED പാർലൈറ്റ് ഉണ്ടല്ലോ, പാർലൈറ്റ് കളറ് മാറ്റി ഇട്ട് ഓരോ രീതിയിൽ സംഭവം തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയും അതിൻ്റെ ചുവട്ടുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ കയറി വന്നപ്പോൾ കണ്ടില്ലായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ പറഞ്ഞില്ലേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലം കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ ഒരു സംഭവത്തിന് അത്ര വലിപ്പമൊന്നും ഇതിനില്ല. പക്ഷേ എന്നാലും ആദ്യം നിന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നല്ലോ. അപ്പം അങ്ങനെ അവിടെ വെച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തവർക്ക് അകത്ത് വന്ന് നല്ല ലാവിഷായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നാണ്. പിന്നെ ആ കാണുന്ന തിരക്കുണ്ടോ, അവിടെയാണ് നമ്മുടെ മത്സ്യസൈനിക വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒത്തിരി കുട്ടികളുണ്ട്. ആ കുട്ടികളോടുള്ള ആ മത്സ്യസൈനികരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ, രസമാണേ. അപ്പോൾ അവരോട് ചെല്ലുമ്പോൾ ഓരോ ആക്ഷൻ കാണിക്കും, കൈ കൊണ്ട് വരും, ഓരോ സിമ്പിൾസ് കാണിക്കും, അതൊക്കെ രസമാണ് കേട്ടോ. അതെ, ഇനി വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ആ മത്സ്യകന്യകയുടെ വാല് ശ്രദ്ധിക്കണേ. ആ മത്സ്യകന്യ ഇങ്ങനെ നീന്തി പോകുമ്പോഴത്തേക്കും ആ വാല് കിടന്ന് ഇങ്ങനെ ഒഴുകി പോകുന്ന കാണണം. എന്ത് രസമാണ് നോക്കണം കേട്ടോ. അതുപോലെ വട്ടം കറങ്ങിയൊക്കെ വരുമല്ലോ, ആ സമയത്തൊക്കെ വാല് കിടന്ന് ചാടി പോകുന്നതാണേ. ശരിക്കും പറഞ്ഞ ഒരു മീൻ എങ്ങനെ പോകുന്നു അതുപോലെ ഇത് കണ്ടോ, തുള്ളി പോകുന്നുണ്ടോ. ഇപ്പം എന്തായാലും മേളിലേക്ക് പോയേക്കുന്ന ശ്വാസം എടുക്കാൻ പോയതാ കേട്ടോ ആ മത്സ്യകന്യക. നമ്മളാണെങ്കിലും കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ ആർക്കാണെങ്കിലും ശ്വാസം മുട്ടുമല്ലോ. മത്സ്യകന്യയ്ക്ക് ശ്വാസം മുട്ടി. അപ്പോൾ ഇച്ചിരി ശ്വാസം എടുക്കാൻ വേണ്ടി മേളിലേക്ക് പോയേക്കും കേട്ടോ. അപ്പോൾ നിലവിൽ 2 മത്സ്യകന്യകയാണ് അവരുടെ കാഴ്ചക്കാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, ആ കുട്ടികളോടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ, അതൊക്കെ രസമാണ്. അതുപോലെ നമ്മൾ കൈയൊക്കെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന പോലെ അവരൊന്ന് കൈ മുട്ടിക്കും, അതുപോലെ സിമ്പിൾസ് കാണിക്കും. ഇത് കണ്ടേ, ആ കൊമളയൊക്കെ വിടുന്നുണ്ടോ, അതൊക്കെ രസമാണേ. അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ മത്സ്യകന്യക ശ്വാസം എടുത്തിട്ട് വരുന്നതേ ഉള്ളൂ. പുള്ളിക്കാരത്തി അവിടെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു 6-7 സെക്കൻഡ് പോയി ശ്വാസം എടുക്കാൻ വേണ്ടി ഇങ്ങനെ മേളിൽ പോയി നിൽക്കും കേട്ടോ. അത് ശ്വാസമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ കിടന്ന് വട്ടം കറങ്ങുന്നതും നീന്തി കളിക്കുന്നതൊക്കെ കേട്ടോ. സംഭവം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ സംഭവം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ നേരിട്ട് പോയി കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളി. അങ്ങനെ നമ്മുടെ മത്സ്യകന്യക വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിച്ച് കിടക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടങ്ങ് നിന്നപ്പോഴാണ് ഭാര്യയ്ക്കൊരു സംശയം. ഈ മത്സ്യകന്യക വിധവയാണെന്നാണ് തോന്നുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറയാ, വെള്ള സാരി കൊടുത്തേക്കുന്ന കണ്ടില്ലേ, മനസ്സിലായില്ലേ എന്ന്. സംഭവം പുള്ളിക്കാരത്തെ കോമഡി ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനതിന് തിരിച്ച് മറുപടി പറഞ്ഞു, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അതിനൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാവും. അപ്പം എടുത്ത വൈഫ് പറയുവാണേ, അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ഞാൻ പിടിച്ച് മുക്കിക്കൊല്ലുമെന്ന്. പിന്നെ എന്തായാലും അവിടുത്തെ അധികം നേരം കാഴ്ച കണ്ട് നമ്മൾ നിന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇനി ചെല്ലുന്നത് ഈ കാണുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ് കേട്ടോ. അതായത് ഫർണിച്ചർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ജസ്റ്റ് പരസ്യത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പോട്ടിൽ നമുക്ക് സാധനം മേടിക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് അവർ നമ്മുടെ സാധനം വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ തോറും കുറേ മസാജിങ് മെഷീനാണ് കേട്ടോ ഈ കാണുന്നത്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടുപോയത്. അതുപോലെ കുറേ കടകളും കാര്യങ്ങളെല്ലാം ഇടതുവശവും വലതുവശത്തും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് വിൽക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവിടെ ബുക്കുകളാണ് അവിടെ ഒരുപാട് ബുക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്യാവശ്യം റീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, നമ്മുടെ ഹോബിയായിട്ട് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് ബുക്സും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അച്ചാറുണ്ട്, ഒരുപാട് ഐറ്റംസ്, പിള്ളേർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കി കേട്ടോ.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അച്ചാറുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഈ കാണുന്നതാണ് കേട്ടോ അച്ചാർ ഷോപ്പ്. ഈ കാണുന്നതെല്ലാം അച്ചാറിട്ട് വെച്ച് എത്ര തരം അച്ചാറുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. നമുക്ക് ആവശ്യക്കാർക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മേടിക്കണമെങ്കിലും മേടിക്കണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചാൽ മതി. അപ്പം ഒരുപാട് സാധനമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നാലും 1-2 സാധനം മേടിച്ചതാണ്. അവർ 1/4 കിലോയ്ക്ക് 150 രൂപ ആ ഒരു റേഞ്ചൊക്കെയാണ് പറയുന്നത്. എന്നാലും നമ്മൾ കഴിക്കാത്ത വെറൈറ്റി ടേസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യക്കാർക്ക് മേടിക്കാം കേട്ടോ. അകത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ഈ കാണുന്ന ചെറിയ ഇടനാഴിയിലൂടെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് അപ്പൂസൊക്കെ എന്നാ ഹാപ്പിയാന്ന് നോക്കി. അപ്പൂസൊക്കെ നേരത്തെ പോയി വെള്ളച്ചാട്ടം എല്ലാം കണ്ടിട്ട് വന്ന കേട്ടോ. അപ്പം ഇവിടെയാണ് വെള്ളച്ചാട്ടം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് ലൈറ്റൊക്കെ വെച്ച് സംഭവം നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സംഭവം പൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ചുവട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നനയും, അത്യാവശ്യം വെള്ളം തെറിക്കുന്നൊക്കെയുണ്ട്. നല്ലൊരു കാഴ്ച കേട്ടോ. ഇത് നല്ല ഫ്രണ്ടിലൊരു പച്ച ഗ്രൗണ്ടും അങ്ങനെ സംഭവം എല്ലാം കൂടെ അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുമ്പം അടിപൊളി കേട്ടോ. അതുപോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി അവരൊരു എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്ന സ്ലോപ്പുണ്ട്, സ്റ്റെപ്പുണ്ട്. ഇതിനെല്ലാം കയറി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോകാൻ പറ്റും. അവിടെ കുളിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, കുളിക്കാൻ പറ്റത്തില്ല. തൊട്ടടുത്ത് വരെ പോകാം. ഒത്തിരി അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് താഴെ ചെന്നൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തേക്ക് വെള്ളമൊക്കെ തെറിക്കും കേട്ടോ. അത് ഈ താഴെ നിന്നുള്ള ഈ കാഴ്ചയൊക്കെ ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. ആ വെള്ളത്തിൽ നമ്മുടെ ലൈറ്റിൻ്റെ കളറും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു വേറെ ഒരു കാഴ്ച കേട്ടോ. സംഭവം അടിപൊളിയാണേ. വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പതുക്കെ അവിടുന്ന് താഴേക്ക് പിന്നെയും പോന്നു കഴിയുമ്പം ഒരുപാട് റൈഡും കാര്യങ്ങളെല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന മറ്റേ പേടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവമാണ്. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് കയറി ചുമ്മാ ഒന്ന് പേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തെ കയറുന്നത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ആ ഓരോ റൈഡിൻ്റെയും അടുത്ത് തന്നെ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ടിക്കറ്റ് എടുക്കുക, ഏത് റൈഡിലാണോ കയറേണ്ടത് അകത്തേക്ക് കയറുക. സംഭവം എന്തായാലും നമ്മുടെ ഫാമിലി ആയിട്ട് വന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ തൊടുപുഴയിൽ ഇപ്പം നടക്കുന്ന നമ്മുടെ തൊടുപുഴ ഫെസ്റ്റ് കേട്ടോ. നമ്മുടെ പുളിമൂട്ടിൽ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ലൊക്കേഷൻ മറന്നു പോകാതിരിക്കുക, പുളിമൂട്ടിൽ ഗ്രൗണ്ടിലാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:30 വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ഒന്ന് എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.